ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുടംപുളിയിട്ട മീൻകറി. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഒരുപാട് മീൻകറി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല വ്യൂസ് കിട്ടിയ കുറേ മീൻകറികളുണ്ട്. തേങ്ങ അരച്ച മീൻകറി, മാങ്ങ ഇട്ട് വെച്ച മീൻകറി, ഉണക്ക മീൻകറി, അങ്ങനെ ഒരുപാട് മീൻ റെസിപ്പീസ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം വ്യൂസ് കിട്ടിയ റെസിപ്പീസുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കുടംപുളിയിട്ട മീൻകറി ഉണ്ടാക്കുന്നത് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻകറി ഉണ്ടാക്കുന്നത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു നാടൻ രീതിയിലുള്ള മീൻ കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിലും കേടാവാതിരിക്കുന്ന ഒരു മീൻ കറിയാണ്. 1-2 ദിവസമൊക്കെ കേടാവുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. കുടംപുളിയിട്ടാണ് ഇന്ന് മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മീൻ ഈ സൈസിലുള്ള മീനാണ്. എൻ്റെ കയ്യിൽ വയ്ക്കുമ്പോൾ ഇത്രയും വലിപ്പമുള്ള മീൻ 3 മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി ഇതിൽ നമുക്ക് ചേർക്കേണ്ട മുളക് പൊടിയൊക്കെ ഒന്ന് കുതിർത്തി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വയ്ക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുതിർത്തി വെച്ചു. ഇനി നമുക്ക് കുറച്ച് കുടംപുളി അതും വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഒരു ചെറിയ 3 കഷ്ണം ഈ സൈസിനുള്ള 3 കഷ്ണം പുളിയും വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ ഒരു സ്പൂണിന് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവ പൊട്ടിയതിലോട്ട് നമുക്ക് ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിത് ചട്ടിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ചട്ടിയിലോട്ട് മാറ്റി. ഇനി നമുക്ക് പുളി കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മീൻ മുങ്ങി കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. കുറച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂണൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മീനൊന്ന് ചുറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ മാറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം ആയിരുന്നു, ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.